ഇതിലൊക്കെ ചോരായിരുന്നു. അത് വെടിവെക്കണതിന്റെ മുമ്പേ ചോരുണ്ട്. ഇതിപ്പോ കണ്ടില്ല, ഇതാണ് റൂം കേട്ടോ. ഈ റൂമിൽ ഈ കുട്ടി ഇതിന് മുകളിലായിരുന്നു അല്ലെ, ഇതിന്റെ മുകളിൽ പിന്നെ ഇരിക്കായിരുന്നു. അങ്ങനെ കുട്ടിയും പിന്നെ പന്നിയും തമ്മിൽ ജസ്റ്റ് 1 മീറ്റർ കൂടി ഗ്യാപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ മോള് ഇതിലാണ്. പന്നി പുറത്തേക്ക് പോകും വിചാരിച്ചതാണ്, പുറത്തേക്ക് പോയില്ല, നേരെ കുട്ടി നിൽക്കുന്ന റൂമിക്കാണ് കയറിയത്. രക്ഷപ്പെടുത്തിയ ആള് അതിനകത്താണുള്ളത്. പക്ഷെ ഇവര് ഭയങ്കര രക്ഷകരാട്ടോ. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം തരും. വലിയൊരു തലനാരിഴക്ക് നമ്മൾ ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവർ 2 സൂപ്പർ സ്റ്റാറുകൾ എൻ്റെ അടുത്തും വലത്തും. ഇല്യാസ് ബാബു എൻ്റെ ക്ലാസ്മേറ്റാണ്, ഇപ്പോൾ വലിയ ആളായിട്ടുണ്ട്. ഇത് പിന്നെ ഇല്യാസിൻ്റെ പിന്നെ കസിനാണ് നൗഷാദ്. ബാബു ഇതല്ലേ വീട്? ഇത് പറഞ്ഞിരിക്കണം. ഇവരിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന എന്താ പറയുക ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം ഇപ്പോൾ കേരളത്തിൽ പല മലബാർ ഭാഗത്തൊക്കെ ഭയങ്കര, കേരളത്തിൽ എല്ലായിടത്തുണ്ട്. ഇവർ എനിക്ക് തോന്നുന്നു ഭയങ്കരമായൊരു സേവനമാണ് ചെയ്യുന്നത്. ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ വീട്ടിൻ്റെ അകത്തേക്കൊരു പന്നി കയറുകയും അത് പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ എന്താ 2.5 വയസ്സുള്ളൊരു ചെറിയ കുട്ടി ഒരു റൂമിലുണ്ടാവും. റൂഹ മോള് വീട്ടിലുണ്ടായിരുന്നു. റൂഹ മോളെ രക്ഷിച്ചൊരു കഥയും ഇവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നല്ലേ, വീടിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഷൂട്ടിങ്? അതെ, വീടിനകത്ത് കയറിയിട്ട് പന്നിയെ വെടിവെച്ച് കൊല്ലുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. മഞ്ചേരി തടത്തിപ്പാറ, എവിടെയാണിത്? തടത്തിൽ പറമ്പിലാണുള്ളത്. അപ്പോൾ ഇവിടെയാണുള്ളത്. ഹക്കീം ഭായ് എവിടെയാണ്? അപ്പോൾ ഇദ്ദേഹം ആ ഷെയ്ഖാൻ്റെ പേര്. അപ്പോൾ പിന്നെ ഈ കുട്ടിയുടെ അമ്മാവനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ സംഭവം നമുക്ക് അകത്തുനിന്നൊന്ന് പറയാം. മെമ്പർ ഹസ്ബൻഡ്, ഇത് ഉപ്പയാണ്, കുട്ടീൻ്റെ ഉപ്പ. ഇതല്ല കുട്ടി? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതാണ് കുട്ടി. പേരെന്താ? ഇന്നലത്തെ ഷോക്കിലാ തോന്നണോ? ഏതായാലും സംഭവം ഒന്നൊന്ന് വിശദീകരിക്കുക. എന്താ സംഭവിച്ചത്? ഞങ്ങളിവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. മരണം ഇതൊക്കെ കഴിഞ്ഞാണ്ട് അതിന്റെ ചടങ്ങും കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ ഇന്ന് ചായ കുടിക്കാണ്. അപ്പൊ ഞങ്ങള് കയറി വന്നപ്പോ വാതിലടച്ചിട്ടില്ല സത്യത്തില്. അപ്പൊ വാതിലടക്കാതെ ഞങ്ങൾ അവിടെ പോയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിലാണ് ഞങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ കയറി വന്നാണ്ട് അവിടെ എത്തിയിട്ടാണ് ഞങ്ങള് കാണുന്നത്, പന്നിയെ കാണുന്നത്. കണ്ടപ്പോഴാണ് ഞങ്ങൾ ആകെ ഷോക്കായി. അതിലാണ് മോള് പറഞ്ഞത് കുട്ടി റൂമിലാണ് പറഞ്ഞത്. അതില് ഞങ്ങളുടെ എണീക്കണോട് കൂടി പന്നി റിട്ടേൺ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങള് പിന്നാലെ പോന്നിട്ട് അപ്പൊ മോള് ഇതിലാണ്. പന്നി പുറത്തേക്ക് പോകും വിചാരിച്ചതാണ്, പുറത്തേക്ക് പോയില്ല, നേരെ കുട്ടി നിൽക്കുന്ന റൂമിക്കാണ് കയറിയത്. അതില് കുട്ടിനെ എന്തോ ഭാഗ്യം, അള്ളാന്റെ കുതിരത്ത്. നിങ്ങൾ എന്താ ചെയ്തത്? കൈ കൊണ്ട് പൊക്കി മേലക്കൂടി ഇതായി കണ്ട് പൊക്കിനുണ്ട്. ആ സമയത്ത് ഒരു ധൈര്യം വന്നു അല്ലേ? ശരിക്ക് പന്നിയുടെ ഒരു ശക്തി ഞാൻ ഇപ്പൊ പറഞ്ഞുതരട്ടെ. അവരുടെ കൂട്ടത്തിൽ ഒരാളിപ്പോ കൈയെന്തോ ഭയങ്കരമായിട്ട് പന്നിയുടെ അറ്റാക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നമുണ്ട്. സംഗതി ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഷെയ്ഖാൻ്റെ പേര്. സന്തോഷം. അപ്പൊ ഒരു ധൈര്യം വന്നു. നിങ്ങളെ പെങ്ങളെ കുട്ടിയാണ് അല്ലേ? പെങ്ങളെ മോന്റെ മോളാണ് അല്ലേ? ചെറിയ കുട്ടി. ശരിക്ക് എന്തോ ഒരു പഠിച്ചോന്റെ ഒരു കാവല് ഭയങ്കര ഇയാളെ ഇറക്കിയതാണ്. അല്ലേ? ശരിയല്ലേ? ഞങ്ങളെല്ലാരും ഉണ്ട് അപ്പോ ആ സന്ദർഭത്തിൽ. ഓക്കെ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്താണ്? സന്തോഷായി അല്ലേ? ആകെ ഷോക്ക് ചെയ്യുന്നു. ഇവരിപ്പോ ഏകദേശം എത്ര പന്നി പിന്നെ നമ്മളെ പന്നികളെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്ക് പിന്നെ ഞാന് കസിനുമാണിത്. ഞങ്ങൾക്ക് ടീമുകളുണ്ട്. മെയിൻ ടീം എന്ന് പറഞ്ഞാൽ ഒരു ബോർ ഹണ്ടേഴ്സ് പെരിന്തൽമണ്ണ സെക്യൂരിറ്റി ഒക്കെ ടീമാണ്. പിന്നെ ഞങ്ങളേതായ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊപ്പമാണ് പോണത്. പിന്നെ പള്ളിപ്പുറത്തുള്ള ഒരാളുണ്ട്, അതേമാതിരി ടീമുണ്ട്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഏറ്റവും അപകടം പിടിച്ചൊരു പിന്നെ ഇതാണ് നായാട്ട് പന്നികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ. അത് എങ്ങനെയാണ് ആക്രമിക്കുക, എന്താണ് ചെയ്യാന്നൊന്നും അറിയില്ല. ഇപ്പോഴത്തെ അടുത്ത് തന്നെ ഞങ്ങളെ ടീമിൽപ്പെട്ട മെയിൻ ഒരാൾക്ക് അപകടം പറ്റി 3 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. കയ്യും കാലൊക്കെ കീറി, പിന്നെ കയ്യിന് ആവതില്ലാതായി പോയി. ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം സേഫ് വെടിയാണ്. പക്ഷെ ഇതിൽ ഹീറോ ആയിക്കണത് ആ കുട്ടീനെ രക്ഷിച്ച എന്താ വെച്ചാല് ഞങ്ങൾക്ക് അതൊരു. പക്ഷെ ഞാൻ ഇടപെടുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എങ്ങനെയാണെങ്കിലും പല പ്രദേശത്തും ഇവര് ഹീറോസ് ആണ്. കാരണം കാട്ടിൽ പോയിട്ട് ഒരുപാട് പന്നികളുടെ ആക്രമണം നടക്കുന്നു. അതിനിടയിൽ ഇവർ തോക്കെടുത്ത് പിന്നെ അതിനെ കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തുന്നു. അതൊരു സംഭവം ഉണ്ടല്ലോ. എന്നാലും നിങ്ങൾ തക്ക സമയത്ത് എത്തേണ്ടവരെത്തി. തീർച്ചയായിട്ടും അല്ലേ? അതിലെന്താ വെച്ചാല് ഈ പന്നി ശരിക്കും ഇപ്പൊ നല്ല റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. റൂം ഒരു ഭയങ്കര സംഭവം കാണിച്ചാൽ നിങ്ങൾക്ക്. ഇതിപ്പോ കണ്ടില്ല നിങ്ങൾ, ഇതാണ് റൂം കേട്ടോ. ഈ റൂമിൽ ഈ കുട്ടി ഇതിന് മുകളിലായിരുന്നു അല്ലെ? ഇതിന്റെ മുകളിൽ പിന്നെ ഇരിക്കായിരുന്നു. അങ്ങനെ പന്നി സ്പോട്ടിൽ വരുന്ന ഒക്കെ നിമിഷങ്ങൾക്കാണ് വരുന്നത്.
പിന്നെ പന്നി ഇല്ലാസ് ബാബു പറഞ്ഞത് ഇങ്ങനെ എന്താ പറഞ്ഞതൊന്ന് വിശദീകരിച്ച്. ഇപ്പൊ ഈ ലൈറ്റ് കണ്ടല്ലോ, ഇത് പന്നി ചാടി പൊട്ടിച്ചതാണ്. ആ ലൈറ്റ് ആ ലൈറ്റ് ഒക്കെ പൊട്ടിയതാണ്. അവിടെ മാർക്ക് ഉണ്ട്, ഓലൊക്കെ വൃത്തിയാക്കിയതാണ്. ഇപ്പൊ ആ മാർക്കിന്റെ വരെയൊക്കെ പന്നി ചാടി പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ചാടി. പിന്നെ അതുമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ജനലിൽ വന്നിട്ട് ഇടിച്ചിരുന്നത്. ഇതിലൊക്കെ ചോരയായിരുന്നു. അത് വെടിവെക്കണതിന്റെ മുമ്പേ ചോര ഉണ്ട് ഇവിടെ. അതെന്താ കാരണം എന്താ വെച്ചാല് പന്നി രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഇത് ഇടിച്ച് താക്കിയിരുന്നു. പക്ഷെ ഈ റൂം കുറച്ച് ചെറുതായതുകൊണ്ട് പന്നിക്ക് ആവശ്യത്തിന് ഫോഴ്സ് കിട്ടണില്ല. ആ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പന്നി ഇതല്ല ഇതിന്റെ അപ്പുറത്ത് പൊട്ടിച്ച് കളയും. അത്രയും പവർഫുൾ ആണ് ഇവർ. ഗേറ്റ്, ഇരുമ്പിന്റെ ഗേറ്റ് ഒക്കെ ഇടിച്ച് തകർത്ത് പോണ പന്നികളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ധൈര്യമാണുള്ളത്? ഞങ്ങൾക്ക് ധൈര്യം ഇവിടുത്തെ ഞങ്ങൾ ഇത് ഫുട്ബോൾ ടീം ഇതിന്റെ ഒക്കെ പാടി നായാട്ട് എന്ന് പറഞ്ഞാല് അതും എന്താ പറയാ പിന്നെ ജന്മന ഇതില് വരുന്നതാണ്, പാരമ്പര്യമായിട്ട്. എന്റെ വല്യപ്പാര് ഇതിലുള്ള തോക്കാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് കൈമാറി പോരുന്നതാണ്. സ്വയരക്ഷയ്ക്കുള്ള തോക്കാണ്. പക്ഷെ ഇതിപ്പോ ജനങ്ങളെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മളെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ നമ്മളെ തൊളിക്കുക എന്ന് പറയും. തൊളിക്കുക കാട്ടുന്ന പന്നിനെ ചാടിക്കണം എന്നുണ്ടെങ്കിൽ തൊളിക്കുക എന്നുള്ള സംഭവമുണ്ട്. തൊളിക്കാര് കിണറ്റിലും പന്നിയും വീണ സംഭവങ്ങളുണ്ട്. നമ്മള് പോകണത് മുന്നിൽ കിണറുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളങ്ങനെ പോവുകയാണ്. ഒട്ടും പരിചയമില്ലാത്ത ഏരിയകളിൽ കൂടെ നമ്മൾ പോവുക. അപ്പൊ നമ്മളെ എത്ര എക്സ്പീരിയൻസ് ഉള്ള സക്കീർ ഭായ്, ഞാൻ നേരത്തെ പറഞ്ഞ സക്കീർ ഭായിനെ പന്നി ആക്രമിച്ചിട്ട് 3-4 മാസം ഫുൾ കിടപ്പിലായിരുന്നു. അപ്പൊ അതിപ്പോ ഞങ്ങൾക്ക് ഓരോരുത്തരും ഇനിയും കാലിന്റെ അടിയിലൂടെ പന്നി പോയ സംഭവങ്ങളുണ്ട്. സന്തോഷം. എന്താണ് മെമ്പർ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, വേറെ സംഭവം എന്താ പറയാ, ഇനി ബാബുവിനെ കുറിച്ച് കുറച്ച് ചെറിയ വാക്ക് പറയേണ്ടത്. ഇല്യാസ് ആണ് പേര്, രണ്ടാളും കേവിയാണ്, ഞാനക്കായത്താണ് വീട്, രണ്ടുപേരും ബിസിനസ്. ബാബു നല്ല ബിസിനസ്സുകാരനാണ്, ഇദ്ദേഹം ബിസിനസ് തന്നെ അല്ലേ? ഷോപ്പ് ഒരുപാട് ബിസിനസ്സാണ്. അതിനിടയിലാണ് ഈ സേവനം ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് മലപ്പുറം കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ വന്ന സമയത്ത് എന്നെ ഡിഗ്രി സീനിയേഴ്സ് എന്നെ റാഗ് ചെയ്തു. അങ്ങനെ സംഭവം പ്രേക്ഷകരെ അറിയണം, ബാബുവിനെ പറ്റിയ സ്റ്റോറിയാണ്. അങ്ങനെ റാഗ് ചെയ്തൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ ആകതായി ഒന്ന് റാഗ് ചെയ്തപ്പോൾ ഞാൻ ബാബുവിനോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ വിഷയം ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഇൻഷേർട്ടായിരുന്നു, ആദ്യമായിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇൻഷേർട്ട് ഫസ്റ്റ് ഡേ തന്നെ വന്നത്. ഇൻഷേർട്ട് ആക്കിയപ്പോൾ അത് മറ്റൊരു പറ്റിയ നാളെ ഇൻഷേർട്ട് ചെയ്ത് വരരുത് പറഞ്ഞു. അങ്ങനെ ബാബു പറഞ്ഞു നാളെ ഇൻഷേർട്ട് ആക്കി തന്നെ വരണം എന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് ഇയർ ആണ് അങ്ങനെ രണ്ടുപേരും. അങ്ങനെ വന്നു. അവർ രണ്ടാമത്തെ ദിവസം എന്നെ പിടിച്ചിട്ട് എൻ്റെ കോളറൊക്കെ പിടിച്ചു. അപ്പോഴാണ് ബാബുവിൻ്റെ രംഗപ്രവേശം. വന്നിട്ട് ഞാൻ കാണുന്നത് രണ്ടാൾ എടുത്തിട്ട് തല്ലാണ്. അതല്ല അന്ന് ഇതാണ് നമ്മളെ ഉപദ്രവിച്ചതല്ലേ. രണ്ടാൾ തന്ന് തച്ച് അടിയോടടി. അതിൽ എന്നെ രക്ഷിച്ച ഒരാളും കൂടെയാണ്. പിന്നെ ബാബു ഹീറോ, ഞാനും ഹീറോ ആയി. ഞാൻ അവിടുത്തെ ഫൈനാൻസ് സെക്രട്ടറി ആയി, ബാബു ജനറൽ ക്യാപ്റ്റനും ചെയർമാനും കാര്യങ്ങളൊക്കെ മലപ്പുറം കോളേജിൽ. പഴയ ഫോട്ടോ ഉണ്ട് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഞാൻ മനസ്സിലാവും, ആ ഫോട്ടോ കൂടെ വെക്കുന്നുണ്ട്. സൈഫോ എന്ത് തോന്നുന്നു? എന്താ ഇവരെ കുറിച്ച് എന്താ പറയുക? അദ്ദേഹം അക്കിംബായി രക്ഷപ്പെടുത്തിയത്.